ആചാര്യ ചാണക്യനീതി. വീടിനുള്ളിലെ ശത്രുവിനെ കീഴടക്കാൻ 8 തന്ത്രങ്ങൾ. ആചാര്യ ചാണക്യൻ പറയുന്നു, വീട്ടിലെ ശത്രു എന്നത് സാവധാനം ശരീരം മുഴുവൻ നശിപ്പിക്കുന്ന ഒരു രോഗമാണ്. അത് അറിയുമ്പോഴേക്കും സമയം വൈകിപ്പോയിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങളെ ഓരോ ദിവസവും തകർക്കുന്ന, അപമാനിക്കുന്ന, നിങ്ങളുടെ ആത്മവിശ്വാസം കവർന്നെടുക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഏറ്റവും ആഴത്തിലുള്ള വഞ്ചന പുറത്തുനിന്നല്ല, മറിച്ച് നമ്മുടെ സ്വന്തം വീടിന്റെ പടിവാതിൽക്കൽ നിന്നാണ് വരുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുറത്തുള്ള ശത്രുവിന്റെ ഉദ്ദേശ്യം വ്യക്തമായിരിക്കും, അതൊരു തുറന്ന പുസ്തകം പോലെ വായിച്ചെടുക്കാം. എന്നാൽ വീടിനുള്ളിലെ ശത്രുവാകട്ടെ നിഷ്കളങ്കമായ മുഖം ധരിച്ച്, അടുപ്പം നടിച്ച് നമ്മുടെ വേരുകളെ പതിയെ പതിയെ ദ്രവിപ്പിക്കുന്നു. അവൻ നമ്മോടൊപ്പം ചിരിക്കുന്നു, സംസാരിക്കുന്നു, ഒരേ മേശയിൽ ഭക്ഷണം പങ്കിടുന്നു. എന്നാൽ അവന്റെ മനസ്സിൽ വിഷപ്പാമ്പാണുള്ളത്. ചാണക്യൻ പറഞ്ഞത് സത്യമാണ്. ശത്രു സ്വന്തം വീട്ടിൽ നിന്നാകുമ്പോൾ യുദ്ധം വാളുകൾ കൊണ്ടല്ല, മറിച്ച് തന്ത്രജ്ഞതയും നയങ്ങളും കൊണ്ടാണ് വിജയിക്കേണ്ടത്. ഈ ശത്രു ചിലപ്പോൾ ബന്ധുവാകാം, സുഹൃത്താകാം, ചിലപ്പോൾ സഹോദരങ്ങൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ പോലുമാകാം. അവൻ നമ്മുടെ ദുർബലതകളെ ആയുധമാക്കുന്നു, നമ്മുടെ വിശ്വാസത്തെ കത്തിപോലെ മൂർച്ച കൂട്ടുന്നു. നമ്മുടെ മൗനത്തെ അവൻ ഭയമായി കണക്കാക്കുന്നു, നമ്മുടെ ക്ഷമയെ അവൻ ബലഹീനതയായി കാണുന്നു, നമ്മുടെ നല്ല മനസ്സിനെ അവൻ പരാജയമായി കരുതുന്നു. യഥാർത്ഥ ശക്തി ഒളിഞ്ഞിരിക്കുന്നത് ആസൂത്രിതമായ ഉദ്ദേശത്തോടെ പാലിക്കുന്ന മൗനത്തിലാണെന്ന് ചാണക്യനീതി പഠിപ്പിക്കുന്നു. ശത്രു സ്വന്തം വീട്ടിൽ നിന്നാകുമ്പോൾ ആദ്യപടി അവന്റെ മനസ്സ് അളക്കുക എന്നതാണ്. അവന്റെ ഉദ്ദേശ്യത്തിന്റെ ദിശ തിരിച്ചറിയുക, അവന്റെ വാക്കുകൾക്ക് പിന്നിലെ വിഷം മണത്തറിയുക. നിങ്ങളുടെ വിജയത്തിൽ അവൻ പരിഹസിക്കുമ്പോൾ, നിങ്ങളുടെ സ്വപ്നങ്ങളെ കളിയാക്കുമ്പോൾ, നിങ്ങളുടെ കഠിനാധ്വാനത്തെ നിസ്സാരമാക്കാൻ ശ്രമിക്കുമ്പോൾ സൂക്ഷിക്കുക. ഇത് അവൻ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ആരാണോ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കാത്തത്, അവൻ ഏത് ബന്ധത്തിന്റെ പുറങ്കുപ്പായം ധരിച്ചാലും യഥാർത്ഥത്തിൽ ശത്രു തന്നെയാണ്. ഇത്തരം ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളെ നേരിടാൻ ചാണക്യൻ 8 അചഞ്ചലവും അപകടകരവുമായ തന്ത്രങ്ങൾ, ചാലുകൾ നൽകിയിട്ടുണ്ട്. ഇവ യുദ്ധതന്ത്രങ്ങൾക്ക് സമാനമാണ്. ശബ്ദമുണ്ടാക്കാതെ, വാളെടുക്കാതെ എങ്ങനെ ശത്രുവിനെ അവന്റെ തന്നെ കെണിയിൽ കൊടുക്കാം എന്ന് ഈ തന്ത്രങ്ങൾ പഠിപ്പിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വീടിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ശത്രുവിനെ നേരിടാനുള്ള ആചാര്യ ചാണക്യന്റെ ആ രഹസ്യതന്ത്രങ്ങളെക്കുറിച്ചാണ്. ഇത് നിങ്ങളുടെ സ്വന്തം രക്തമായിരിക്കാം, പക്ഷേ മനസ്സിൽ വിഷം സൂക്ഷിക്കുന്നു. ഇവരുമായി പോരാടുന്നത് ലോകത്തിലെ ഏറ്റവും പ്രയാസമേറിയ യുദ്ധമാണ്. എന്നാൽ ചാണക്യൻ നമുക്ക് വഴി കാണിച്ചു തന്നു, അത് ബുദ്ധിയുടെ യുദ്ധമാണ്. തന്ത്രം 1. വികാരങ്ങളുടെ കോട്ട കെട്ടുക, ഇമോഷണൽ ഫോർട്രസ്. വീട്ടിലെ ശത്രു ആദ്യം ആക്രമിക്കുന്നത് നിങ്ങളുടെ വികാരങ്ങളുടെ മതിലിനെയാണ്. എന്തുകൊണ്ട്? കാരണം നിങ്ങൾക്കവനോട് വേണ്ട എന്ന് പറയാൻ കഴിയില്ല, അവനെ തിരുത്താൻ കഴിയില്ല എന്ന് അവനറിയാം. അവൻ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ, സ്വപ്നങ്ങളെ, അഭിമാനത്തെ വീണ്ടും വീണ്ടും പ്രഹരിക്കും. മാനസികമായി നിങ്ങളെ തകർക്കുക എന്നതാണ് അവന്റെ ലക്ഷ്യം. എന്നാൽ ചാണക്യന്റെ സൂത്രവാക്യമിതാണ്: നിങ്ങളുടെ വികാരങ്ങൾ സ്ഥിരമാണെങ്കിൽ ലോകത്തൊരു ശക്തിക്കും നിങ്ങളെ ഇളക്കാൻ കഴിയില്ല. ഇതെങ്ങനെ ചെയ്യാം? അവന്റെ ഓരോ പ്രഹരവും, ഓരോ പരിഹാസവും, ഓരോ അപമാനവും നിങ്ങളുടെ ശക്തിയായി മാറാൻ തക്കവിധം നിങ്ങളെത്തന്നെ ശക്തമാക്കുക. അവന്റെ നെഗറ്റിവിറ്റിയെ നിങ്ങളുടെ ഇന്ധനമാക്കുക. നിങ്ങൾക്കൊന്നിനും കഴിയില്ല എന്ന് അവൻ പറയുമ്പോൾ അതേ തീയിൽ വെന്ത് നിങ്ങൾക്കെന്തും ചെയ്യാൻ കഴിയുമെന്ന് തെളിയിക്കുക. അവന്റെ പ്രഹരങ്ങൾ നിങ്ങളെ ദുർബലമാക്കുകയല്ല, ഉരുക്കുപോലെ ശക്തമാക്കുകയാണ് ചെയ്യേണ്ടത്. തന്ത്രം 2. നിശബ്ദമായി ഹൃദയം നേടുക, ദ സൈലന്റ് അലയൻസ്. ഇതൊരു സൂക്ഷ്മവും ശക്തവുമായ തന്ത്രമാണ്. വീട്ടിലെപ്പോഴും ചില ആളുകൾ നിഷ്പക്ഷരായിരിക്കും, നിങ്ങളുടെ പക്ഷത്തുമില്ല, എതിർപക്ഷത്തുമില്ല. ചാണക്യൻ പറയുന്നു, അവരെ നേടുക. എന്നാൽ ബലപ്രയോഗത്തിലൂടെയല്ല, പ്രചാരണത്തിലൂടെയുമല്ല. ഇതെങ്ങനെ സാധിക്കും? നിങ്ങളുടെ പെരുമാറ്റം, സത്യസന്ധത, സ്വഭാവം എന്നിവയാൽ അവരെ സ്വാധീനിക്കുക. എപ്പോഴും സത്യം പറയുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളെ നിരന്തരം താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്ന ശത്രുവിനാണ് തെറ്റെന്നവർ സ്വന്തം കണ്ണുകൊണ്ട് കാണുമ്പോൾ അവർ സ്വയം നിങ്ങളുടെ പക്ഷം ചേരും. ഓർക്കുക, നീതിക്കുവേണ്ടി സ്വയം ശബ്ദമുയർത്തേണ്ടി വന്നാൽ ആളുകൾ നിങ്ങളെ തെറ്റിദ്ധരിക്കും. എന്നാൽ നിങ്ങളുടെ പെരുമാറ്റം നീതിയുക്തമാണെങ്കിൽ ആളുകൾ സ്വയം നിങ്ങളുടെ പക്ഷത്ത് നിൽക്കും. ഇതൊരു നിശബ്ദ വിജയമാണ്. തന്ത്രം 3. ശാന്തമായ കാത്തിരിപ്പ്, ദ പേഷ്യന്റ് ഹണ്ടർ. ഇതൊരു ക്ഷമയുടെ കളിയാണ്. ചാണക്യൻ വ്യക്തമായി പറയുന്നു, എല്ലാ ശത്രുക്കളും ഒരു ദിവസം ഒരു തെറ്റ് ചെയ്യും. ആ ദിവസമാണ് നിങ്ങളുടെ ഡേ. എന്നാൽ ആ ദിവസം വരുന്നതുവരെ നിങ്ങൾ ശാന്തനും ജാഗരൂകനുമായിരിക്കണം. അവന്റെ പ്രവൃത്തികളോട് ഉടൻ പ്രതികരിക്കരുത്. അവന്റെ എല്ലാ തന്ത്രങ്ങളും വിജയിക്കുന്നു എന്ന് അവൻ വിശ്വസിക്കട്ടെ. അവൻ കൂടുതൽ അഹങ്കാരിയാകും. അഹങ്കാരത്തിലാണ് മനുഷ്യൻ ഏറ്റവും വലിയ തെറ്റ് ചെയ്യുന്നത്. അവൻ തന്റെ ഏറ്റവും വലിയ ദുർബലതയുമായി മുന്നോട്ടു വരുമ്പോൾ, അവന്റെ കള്ളപ്രതിച്ഛായയുടെ വിള്ളലുകൾ എല്ലാവരുടെയും മുന്നിൽ കാണുമ്പോൾ ഒറ്റയടിക്ക് അവന്റെ എല്ലാ തന്ത്രങ്ങളും അവന്റെ മുന്നിൽ വയ്ക്കുക. ആ നിമിഷം നിങ്ങളുടേതാണ്. എന്നാൽ ആ നിമിഷത്തിനായി കാത്തിരിക്കണം. തന്ത്രം 4. സമാധാനപരമായ പിന്മാറ്റം, ദ സൈലന്റ് എക്സിറ്റ്. ശത്രുവിനെ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് എപ്പോഴാണ്? നിങ്ങൾ അവനെ അവഗണിക്കുമ്പോൾ. വാളെടുക്കാതെ നടത്തുന്ന ആക്രമണമാണിത്. നിങ്ങളൊന്നും പറയാതെ, ബഹളമുണ്ടാക്കാതെ പതിയെ അവനിൽ നിന്ന് അകന്നുമാറുക.
നിങ്ങളുടെ ജീവിതത്തിൽ അവന്റെ വാക്കുകളും പെരുമാറ്റവും ഒരു സ്വാധീനവും ചെലുത്തുന്നില്ലെന്ന് അവന് തോന്നണം. നിങ്ങൾ സന്തുഷ്ടനാണ്, മുന്നോട്ടു പോകുന്നു. വാദങ്ങളോ പ്രസ്താവനകളോ ഇല്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആ വ്യക്തി പതിയെ ഇല്ലാതാകട്ടെ. അവൻ ഒരിക്കലും ഉണ്ടായിരുന്നില്ലാത്തതുപോലെ. ഈ മാനസികമായ വിച്ഛേദനം അവനെ ഉള്ളിൽ നിന്ന് തകർക്കും. തന്ത്രം 5. തിരിച്ചടിക്കുന്ന ബൂമറാങ്, ദ റിവേഴ്സ് ട്രാപ്പ്. ഇത് ചാണക്യന്റെ ഏറ്റവും ബുദ്ധിപരമായ നീക്കങ്ങളിലൊന്നാണ്. ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് നുണകൾ പ്രചരിപ്പിക്കുകയാണെങ്കിൽ നേരിട്ട് മറുപടി നൽകുന്നത് പലപ്പോഴും ദോഷകരമാണ്. പകരം എന്തു ചെയ്യണം? അവന്റെ തന്ത്രം അവനെതിരെ തന്നെ ഉപയോഗിക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾ അഹങ്കാരിയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആളുകളുടെ മുന്നിൽ അത്രയധികം വിനയവും താഴ്മയും കാണിക്കുക. ആ വ്യക്തി സ്വയം നുണയനാണെന്ന് തോന്നട്ടെ. നിങ്ങളുടെ പ്രവൃത്തികൾ അവന്റെ നുണകളെ സ്വയം തുറന്നുകാട്ടും. നിങ്ങൾക്ക് ഒന്നും പറയേണ്ടിവരില്ല. ഇത് യുദ്ധം ചെയ്യാതെ നേടിയ വിജയമാണ്. തന്ത്രം 6. നിരന്തരമായ ഉയർച്ച, ദി അൺസ്റ്റോപ്പബിൾ റൈസ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രം. വീടിനുള്ളിലെ ശത്രുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങൾ നിർത്തണം. നിങ്ങൾ ഭയപ്പെടണം, തളരണം, തോൽവി സമ്മതിക്കണം എന്നതാണ്. നിങ്ങളുടെ ശ്രദ്ധ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാൻ വേണ്ടിയാണ് അവൻ പരിഹസിക്കുന്നത്. ചാണക്യന്റെ ആജ്ഞ ഇതാണ്: നിർത്തരുത്. നിശബ്ദമായി നിങ്ങളുടെ ജോലി തുടരുക. നിശബ്ദമായി കഠിനാധ്വാനം തുടരുക. നിശബ്ദമായി നിങ്ങളുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുക. നിങ്ങളുടെ വിജയം, നിങ്ങളുടെ പുരോഗതി ആ ശത്രുവിനുള്ള ഏറ്റവും വലിയ മറുപടിയാണ്. ഓർക്കുക, മൗനം കൊണ്ട് നിർമ്മിച്ച സാമ്രാജ്യമാണ് ഏറ്റവും ശക്തം. കാരണം അത് ദൃശ്യമല്ല, പക്ഷേ അത് സ്വാധീനം ചെലുത്തുന്നു. നിങ്ങൾ വിജയത്തിന്റെ പടികൾ കയറുമ്പോൾ അവന്റെ ശബ്ദം പതിയെ പതിയെ ഇല്ലാതാകും. തന്ത്രം 7. മറക്കുക, ക്ഷമിക്കരുത്, ദ ഫൈനൽ ബ്ലോ, ഒബീവിയൻ. സഹോദരങ്ങളെ, ഇത് ഏറ്റവും കഠിനമായ എന്നാൽ അത്യാവശ്യമായ പാഠമാണ്. പശ്ചാത്തപിക്കുന്നവർക്കാണ് ക്ഷമ, തെറ്റ് സമ്മതിക്കുന്നവർക്ക്. എന്നാൽ വീണ്ടും വീണ്ടും മനഃപൂർവ്വം നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്ന വ്യക്തിക്ക് ക്ഷമ എന്ന വാക്ക് അർത്ഥശൂന്യമാണ്. അങ്ങനെയുള്ള ഒരാളോട് ക്ഷമിക്കുന്നത് നിങ്ങളുടെ ആത്മാവിന് വിഷം നൽകുന്നതിന് തുല്യമാണ്. ചാണക്യൻ പറയുന്നു, അവനെ മറക്കുക. അവന്റെ പേര്, അവന്റെ ഓർമ്മകൾ, അവൻ നൽകിയ വേദന എല്ലാം നിങ്ങളുടെ മനസ്സിൽ നിന്നും ഹൃദയത്തിൽ നിന്നും പൂർണ്ണമായും മായ്ച്ചുകളയുക. അവൻ ഒരിക്കലും നിലവിലില്ലാത്തതുപോലെ. ഒരൊറ്റ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും മറന്നുപോകുന്നതിനേക്കാൾ വലിയ പരാജയമില്ല. ഇതാണ് അവന്റെ ഏറ്റവും വലിയ തോൽവി. മൗനം, ശത്രുവിനെ പിടിച്ചുകുലുക്കുന്ന ഏറ്റവും ശക്തമായ ആയുധം. ആരെങ്കിലും നിങ്ങളുടെ അടുത്തു വന്ന് നിങ്ങളെ മാനസികമായി തകർക്കാൻ ശ്രമിക്കുമ്പോൾ, നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാൻ ഗൂഢാലോചന നടത്തുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ വഴിതെറ്റിക്കാൻ വാക്കുകളുടെ അമ്പെയ്യുമ്പോൾ, നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം മൗനമാണ്. ഇത് ഭയമോ ബലഹീനതയോ കാണിക്കുന്ന മൗനമല്ല. ഇത് കൊടുങ്കാറ്റിനു മുൻപുള്ള ശാന്തത പോലെയാണ്. ആഴമുള്ളത്, നിഗൂഢമായത്, ശക്തമായത്. ഒരു വാക്കുപോലും പറയാതെ മുന്നിലുള്ളവന്റെ എല്ലാ നീക്കങ്ങളെയും പരാജയപ്പെടുത്തുന്ന ആയുധമാണിത്. മൗനത്തിന്റെ ശക്തി. നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ അവന്റെ എല്ലാ തന്ത്രങ്ങളും തകിടം മറിയുന്നു. നിങ്ങളുടെ നിശബ്ദത അവനെ അസ്വസ്ഥനാക്കുന്നു. അവന്റെ ആക്രമണം ഫലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കാൻ അവനെ നിർബന്ധിതനാക്കുന്നു. ജാഗ്രതയോടെയുള്ള മൗനം. നിങ്ങളുടെ കണ്ണുകൾ തുറന്നിരിക്കുന്നു, മനസ്സ് മൂർച്ചയുള്ളതാണ്, ഹൃദയം ശാന്തമാണ്. അവന്റെ ഓരോ വാക്കും നിങ്ങൾ ശ്രദ്ധിക്കുന്നു, അവന്റെ ഓരോ ഭാവവും വായിക്കുന്നു. നിങ്ങളൊരു ചെസ്സ് കളിക്കാരനെ പോലെയാണ്, ഓരോ നീക്കവും ആസൂത്രണം ചെയ്യുന്നു. ഭ്രമത്തിന്റെ കെണി. നിങ്ങളുടെ നിശബ്ദത അവനൊരു വഴിതെറ്റലാണ്. നിങ്ങൾ തകരുകയാണെന്ന് അവൻ കരുതുന്നു. അവൻ കൂടുതൽ വേഗത്തിൽ തന്ത്രങ്ങൾ മെനയുന്നു. അവിടെ അവൻ തെറ്റുകൾ വരുത്തുന്നു. നിങ്ങളുടെ മൗനം അവനെ പതിയെ പതിയെ തുറന്നുകാട്ടുന്നു. ചാണക്യന്റെ ഉപദേശം. വാക്കുകളേക്കാൾ ശക്തമാണ് മുന്നിലുള്ളവന് അവന്റെ സത്യം കാണിച്ചുകൊടുക്കുന്ന ആ മൗനം. നിങ്ങൾ നിശബ്ദനായിരിക്കുമ്പോൾ അവന്റെ ഓരോ നീക്കവും ഓരോ വാക്കും നിങ്ങളുടെ മുന്നിൽ വ്യർത്ഥമാണെന്ന് അവന് തോന്നുന്നു. ചാണക്യനാകാനുള്ള മന്ത്രം. സഹോദരങ്ങളെ, ഇനി തീരുമാനം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ ബന്ധങ്ങളുടെ മറവിൽ വിഷം കുടിച്ചുകൊണ്ടേയിരിക്കുമോ? അതോ ചാണക്യനെപ്പോലെ ആ വിഷത്തെ നിങ്ങളുടെ ശക്തിയായി മാറ്റുമോ? നിങ്ങൾ നിശബ്ദനായിരുന്നുകൊണ്ട് ഈ തന്ത്രങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒരു ദിവസം അതേ ശത്രു സ്വന്തം കെണിയിൽ വീഴും. അപ്പോൾ നിങ്ങളൊന്നും പറയേണ്ടിവരില്ല. നിങ്ങളുടെ നിശബ്ദതയായിരിക്കും അവന്റെ ഏറ്റവും വലിയ പരാജയം. ഈ ഉപദേശങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് കമന്റിൽ അറിയിക്കുക. നന്ദി.